ഇന്ന് ഫ്രൈഡേ ആണ്. അതായത് ഞങ്ങൾക്ക് ഇവിടെ വീക്കെൻഡ് ആണ്. ലാസ്റ്റ് വീക്കെൻഡ് ഞാൻ നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ? അതായത് നമ്മുടെ ചാനലിൽ എന്റെ മോളുടെയും അവളുടെ ഫ്രണ്ടിന്റെയും ക്രാഫ്റ്റ്സ് കൂടെ വീക്ക്ലി വൺസ് ഇൻക്ലൂഡ് ചെയ്താലോ എന്നുള്ളതിനെ കുറിച്ച്. നമ്മുടെ ഈ ക്രാഫ്റ്റ് ചാനലിനെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ആ ഒരു സജഷനെ വെൽക്കം ചെയ്തുകൊണ്ടായിരുന്നു ഉത്തരം പറഞ്ഞത്. അപ്പൊ പിന്നെ ഇതേ വന്നിരിക്കുന്നു 4 കൈകളുമായിട്ട് 2 കുട്ടികൾ ജേർണലിംഗ് ചെയ്തുകൊണ്ട്. ഇവര് രണ്ടുപേരും കൂടെ ഒത്തുചേരുമ്പോൾ വീഡിയോയുടെ മുന്നിൽ മാത്രമല്ല കേട്ടോ, വീഡിയോ എടുക്കാത്ത സമയങ്ങളിലും ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഈ ജേർണലിംഗ് കിറ്റ് എന്റെ മോക്ക് അവളുടെ ഫ്രണ്ട് ഇത്തവണ നാട്ടിൽ പോയി വന്നപ്പോൾ ഗിഫ്റ്റായി കൊടുത്തതാണ്. ഇത് യൂസ് ചെയ്ത് ഓൾറെഡി അവർ 2 ജേർണൽസ് നേരത്തെ തന്നെ ചെയ്തു വെച്ചിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ജേർണൽസ് ഇതുവരെയായിട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ആക്ച്വലി സ്പീക്കിംഗ്, ഈ ജേർണലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് വല്ലാത്ത ഒരു മനസ്സമാധാനം കിട്ടാറുണ്ട്. നോർമൽ ക്രാഫ്റ്റ്സും ജേർണലിംഗും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ഡിഫറെന്റ് ഫീലിംഗ്സ് ആണ്. അതിന്റെ മെയിൻ റീസൺ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജേർണലിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്വന്തമായിട്ട് ഇരുന്ന് കുറച്ചു നേരം ചിന്തിക്കാറുണ്ട്. നമുക്കൊരു ടോപ്പിക് വേണം, ആ ടോപ്പിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും മനസ്സുകൊണ്ട് തന്നെ. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ചും നമ്മുടെ ഫീലിംഗ്സിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കാറുണ്ട്. വളരെ കുറച്ച് സമയം എടുത്ത് ജേർണലിംഗ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ജേർണലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് മനസ്സിന് കിട്ടുക. ഇവരിന്ന് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് സ്മൈൽ തീംഡ് ജേർണൽ ആണ്. എനിക്ക് പറയാനുള്ളത്, ഇവരിതിൽ പറഞ്ഞതുപോലെ തന്നെ ഓൾവേസ് ബി ഹാപ്പി ആൻഡ് സ്മൈലിംഗ്. പിന്നെ ഈ കാണുന്നത് ഇവർ ലാസ്റ്റ് വീക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജേർണലാണ്. നിങ്ങൾക്ക് ഈ 2 എണ്ണത്തിൽ ഏതാ ഇഷ്ടമായെന്നുള്ളത് ഒന്ന് കമന്റിലൂടെ പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.